അഫ്സല് സമ്മാനമായി കൊടുത്ത ടെഡ്ഡിയുമായിട്ടാണ് ജാസ്മിന്റെ വാപ്പയും ഉമ്മയും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം ജാസ്മിന്റെ ഗബ്രി കൊടുത്ത മാല അഴിച്ചു മാറ്റിയിട്ട് അഫ്സല് സമ്മാനമായിട്ടോ മറ്റോ കൊടുത്തിരുന്ന ഒരു മാലയും കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത്. സോ അവര് ഹായ്, അപ്പം നമ്മൾ ജാസുമോളുടെ അത്തയും ഉമ്മയും ബിഗ് ബോസിനുള്ളിലേക്ക് കയറി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഒരുപാട് ആളുകൾ കാത്തിരുന്ന ഒരു നിമിഷമാണ് ഇത്. കാരണം ജാസ്മിൻ്റെ ഉമ്മയും വാപ്പയും വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നെഗറ്റീവുകൾ പുറത്ത് നടക്കുമ്പോൾ എന്തായിരിക്കും ഈ വാപ്പയുടെയും ഉമ്മയുടെയും പ്രതികരണം എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ആകാംക്ഷയോടുകൂടി തന്നെയാണ് നോക്കിയിരുന്നിരുന്നത്. അങ്ങനെ അവളുടെ വാപ്പയും ഉമ്മയും കയറി വന്നപ്പോൾ ഉമ്മയുടെ കയ്യിൽ വലിയൊരു ടെഡി ബെയർ ഉണ്ടായിരുന്നു. പക്ഷെ അവൾ ഓടിച്ചെന്ന് ഉമ്മാനെ ഉപ്പാനെയൊക്കെ കെട്ടിപ്പിടിച്ച് ടെഡി ബെയറിനെ അവൾ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ വേഗം അത് കയ്യിൽ വാങ്ങിച്ച് വെച്ചിട്ട് അങ്ങനെയല്ലേ നോക്കാം. അത് 24 മണിക്കൂർ കയ്യിൽ ഇങ്ങനെ പിടിക്കും. ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ അങ്ങനെയാണല്ലോ, കുറച്ച് നേരമെങ്കിലും നമ്മുടെ കയ്യിൽ അത് ഒതുക്കി പിടിക്കും. ഇത് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ആ ഗിഫ്റ്റ് കൊണ്ടുപോയിട്ട് ഒരു കസേരയുടെ അവിടെ വെച്ചിട്ടുണ്ട്, ഒരു സോഫ സെറ്റിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ റെസ്മിനും ഇരിക്കുന്നത് കാണാം. അത് ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസ് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ റൂമിൻ്റെ ഉള്ളിലൊക്കെ പോകുന്നുണ്ട്. റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് അപ്പോൾ ഇവർ ബ്രഷ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇവളായിട്ട് സംസാരിക്കുമ്പോൾ നീ എന്തിനാണ് ഇത്ര സങ്കടപ്പെടുന്നത്, കരയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ ഇവൾക്ക് ശരിക്കും പറഞ്ഞാൽ അവളെ വാപ്പാനോട് നല്ല പേടിയുണ്ട്. പേടിയിലാണ് സംസാരിക്കുന്നത്. പിന്നെ അവളുടെ വാപ്പ പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, നീ കളിക്കുക, നിനക്ക് കപ്പ് കിട്ടും, നീ കപ്പും കൊണ്ട് വരണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവള് ചെല്ലുമ്പോൾ തന്നെ ഒരു മാല കൊടുക്കുന്നുണ്ട്. ഇവൾക്കൊരു മാല കൊടുക്കുന്നുണ്ട്. ഇത് നീ വരുന്നത് വരെ ഇത് തന്നെയാണ് നിന്റെ കഴുത്തിലെന്നും പറഞ്ഞിട്ട് കൊടുക്കും. അപ്പം തന്നെ അവൾക്കൊരു ഷോക്കാവുന്നുണ്ട് അത് സംഭവം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വാപ്പാനോടും ഉമ്മാനോടും ഭയങ്കര വിഷമമാണ് കേട്ടോ തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മകൾ എന്ന നിലയിൽ ജാസ്മിന് ഒരുപാട് ഉയരങ്ങളിൽ എത്തിയ ഒരു പെൺകുട്ടിയാണ്. അതിലവർ അഭിമാനിച്ചിരുന്ന വ്യക്തികളാണ്. പക്ഷേ ആ മകൾ എന്ന ഇതിൽ ഇപ്പോൾ ഒരു തല കുനിക്കേണ്ട ഒരു അവസ്ഥയാണ് അവർക്ക് വന്നിരിക്കുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ തല കുലിക്കേണ്ട അവസ്ഥ. ഇപ്പോൾ ഒരുപാട് ചാനലുകാർ പറയുന്നുണ്ട് അവൾ നല്ല രീതിയിൽ അവളുടെ കഷ്ടപ്പാടും പ്രയത്നങ്ങളും കൊണ്ടാണ് മുന്നോട്ട് വന്നത്. ശരിയാണത്. അത് അവൾ ആലോചിക്കണമായിരുന്നു. ഞാൻ ഈ ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇതാദ്യമായിട്ടാണ് അവളുടെ ഒരു റിലേഷൻ ആണെങ്കിൽ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്താനായിരുന്നു. പക്ഷെ പുറത്തൊരു ഒരാളെ കാത്തിരിക്കാൻ പറഞ്ഞിട്ടാണ് ഈ റൂളിൽ വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. അതിൻ്റെ പേരിലാണ് ഇത്രയും നെഗറ്റിവിറ്റി അവൾക്ക് വന്നത്. അല്ലാണ്ട് വൃത്തിയില്ലായ്മയുടെ കാര്യമില്ല, ഒന്നും അവളെ ആരും അങ്ങനെയൊന്നും പറയുന്നില്ല. അവൾ നല്ലൊരു ഗെയിമറാണ്, അത് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതേപോലെ തന്നെ റൂമിൽ ചെന്നിട്ട് വാപ്പയും ഉമ്മയും കൂടെ ഇങ്ങനെ നീ എന്തിനാണ് ഇങ്ങനെ കരയണത്, നീ കരയരുത്, കരയാതിരിക്കണം, നീ സന്തോഷത്തിലിരിക്കണം എന്നൊക്കെ പറയുമ്പോഴും ഇവൾക്കൊരു ശരിക്കും പറഞ്ഞാൽ അവളുടെ ഓരോ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്കറിയാം അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പോൾ പറയും നീ പേടിക്കണ്ട. അപ്പോൾ ഇപ്പം ആ വാപ്പ ശരിക്കും പറഞ്ഞാൽ കടിച്ചു പിടിച്ച് നിൽക്കണമെന്നറിയാം. മോളെ എന്ന് വിളിക്കുമ്പോൾ തന്നെ അതൊരു വേറൊരു മോളെ എന്നുള്ള വിളിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഉമ്മ കൊടുക്കുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും വാപ്പാക്കൊരു ടെൻഷനുണ്ട്. കാരണം ഇത്രയും ക്യാമറകൾക്ക് ചുറ്റിലുണ്ടെന്ന് അറിയാം അയാൾക്ക്. അതുകൊണ്ടായിരിക്കണം അങ്ങനെ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാപ്പമാരാണെങ്കിൽ, പക്ഷെ അയാളൊരു നല്ലൊരു ഗ്രേറ്റ് ഫാദർ തന്നെയാണ് കേട്ടോ. അയാൾ അത്രയും കടിച്ച് ക്ഷമിച്ചിട്ട് ആ മോളോട് അത്രയും നേരം നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിഞ്ഞത് അയാളൊരു സൂപ്പർ ഫാദർ തന്നെയാണ്. കാരണം നമുക്ക് ഒരേ കമൻറ്റ് സെക്ഷൻ കാണുമ്പോൾ അറിയാം അതെങ്ങനെയാണെന്നുള്ളത്. അവള് കഴുത്തിലെ മാല നമ്മളെ ഗബ്രിയുടെ മാല ഇങ്ങനെ ഊരിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ കൈ പിടിക്കുന്നുണ്ട്. ബാപ്പ എനിക്കത് വേണ്ട മോളെ, അത് നമുക്ക് വേണ്ട, അത് തീർന്ന് അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇവർക്ക് പുറത്തുനിന്നുള്ള കാര്യങ്ങൾ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞൊരു കണ്ടസ്റ്റൻറ്റ് നമ്മളെ ജാസ്മിൻ ജാഫറാണ്. എന്നിട്ട് പോലും അവളൊന്നും ചിലപ്പോൾ അവളുടെ ഗെയിം പ്ലാൻ ആയിരിക്കാം. അവൾ പുറത്ത് വന്നിട്ട് ഇനി പറയും അത് എൻ്റെതൊരു ഗെയിമായിരുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും അവൾ പുറത്ത് വന്നത്. എന്നിരുന്നാലും ഇതൊക്കെ കാണുന്ന പ്രേക്ഷകർക്ക് അതിനങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. നമുക്ക് ചോറല്ലേ തിന്നുന്നത്. ഇപ്പോൾ വന്ന് ചിലപ്പോൾ കരഞ്ഞു മെഴുകി ചിലപ്പോൾ ഇത്രയും നെഗറ്റീവ് പറഞ്ഞ ആളുകൾ, ഇപ്പം ഞാനടക്കം ചിലപ്പോൾ കയറി നിന്നിട്ട് അയ്യോ പാവം ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു ഇത്, അവൾ അത്രയും വലിയൊരു എന്താ പറയുക, നല്ല അഭിനയിക്കാൻ അറിയുന്ന അല്ലെങ്കിൽ നല്ല ഗെയിം കളിക്കാൻ അറിയുന്ന നല്ലൊരു ഗെയിമറും അതുപോലെ തന്നെ ഒരു അഭിനേത്രിയും കൂടിയാണ്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. വരും കാലങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല. പക്ഷെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്.
അത് കഴിഞ്ഞിട്ട് ബെഡ്റൂം, അത് അവരുടെ ബെഡ്റൂം അല്ലാന്നറിയാലോ. അപ്പം ജാസ്മിൻ്റെ റൂം കാണിച്ചു തരാൻ പറയുന്നുണ്ട്. ആ വാപ്പാക്ക് ഒരു ത്വരയാണ് ആ ഫോട്ടോ എവിടെയാണ് ഇരിക്കുന്നത് എങ്ങനെയാണ്, കാരണം അയാൾക്ക് അറിയില്ലല്ലോ എവിടെയാണ് ഏതാണ് റൂമെന്ന്. നീ വാന്ന് പറഞ്ഞപ്പോൾ ഇല്ല വാപ്പ എനിക്ക് ബ്രഷ് ചെയ്യണം, വേണ്ട നമുക്ക് പിന്നെ ബ്രഷ് ചെയ്യാം, നീ നിൻ്റെ റൂം കാട്ടിത്തന്നെ, വാപ്പയുടെ മോളൊന്ന് കാട്ടിത്തായോ റൂമൊക്കെ ഒന്ന് കാട്ടിത്താന്ന് പറഞ്ഞിട്ട് വാപ്പ കൈവ പിടിച്ചുകൊണ്ട് മോളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ആ ടെഡി ബിയർ ആരാണ് തന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടാന്ന്. പക്ഷെ അവിടെയും അവൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അവൾ അതേപോലെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ ഇത് കാണുന്ന ഒരു അഫ്സലിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കണം. അഫ്സൽ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ക്യാരക്ടറായിരുന്നു. തന്നെ അവൾ ആ ബിഗ് ബോസിനുള്ളിൽ പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഗിഫ്റ്റുകൾ ഇവൻ കൊടുത്തിട്ടുണ്ട്. റിയൽ ലൈഫിൽ എന്തൊട്ടാണ് കൊടുത്തത് എന്തെന്ന് അറിഞ്ഞില്ലെങ്കിലും ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവളുടെ ഡ്രസ്സുകൾ, കാര്യങ്ങൾ, അതേപോലെ തന്നെ അവളുടെ ഫാമിലി ഫോട്ടോ അടക്കം കൊടുത്തത് നമ്മളുടെ അഫ്സലാണെന്നാണ് പറയുന്നത്. പക്ഷെ എന്നിട്ട് പോലും അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി പുറത്തുണ്ടായിട്ട് അതുപോലും മറന്നിട്ട് ഈ ഗബ്രിയിലേക്ക് ചായാൻ, ഈ ഗബ്രിക്ക് പക്ഷെ ആ ഗബ്രി ശരിക്കും ഒരു റിയൽ ആയിട്ടൊരു സ്നേഹം കാണിക്കുകയാണെങ്കിൽ അതും നമുക്ക് ശരിവെക്കാവുന്നതാണ്. പക്ഷെ ഗബ്രി ഇപ്പോൾ ഇവിടെ കിടന്നിട്ട് സ്വയം വെളുപ്പിക്കാൻ നടക്കുന്നത് നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ അതങ്ങനെ അതിനെ പോയിട്ട് റൂമിൽ പോയിട്ട് ഇങ്ങനെ ഇത് നോക്കിയിട്ട് വാപ്പാക്ക് കാണേണ്ടത് വാപ്പ കണ്ട്, ഫോട്ടോ അവിടെ ഇരിക്കുന്നുണ്ടായി, വേഗം പോയി ഫോട്ടോ കയ്യിലെടുത്ത്. അപ്പോഴും ഈ മോള് പറയുന്നുണ്ട്, ജാസ്മിൻ പറയുന്നുണ്ട്, എടുക്കല്ലേ, എനിക്കത് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു സപ്പോർട്ടാണ്, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി. എനിക്ക് തോന്നുന്നില്ല എവിടെ ഒറ്റപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇവരായിട്ട് ഒറ്റപ്പെട്ടിട്ട് പോയിട്ട് ഇരിക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് അവിടെ എല്ലാ കണ്ടസ്റ്റൻറ്റും എല്ലാവരും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ജിൻഡോ എല്ലാവരും ഒറ്റപ്പെട്ടിട്ടില്ല. എന്നിട്ട് പോലും അയാൾ ഫുൾ സപ്പോർട്ടോടുകൂടി അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ജാസ്മിന്, റസ്മിന്, അപ്സര, അങ്ങനെ ഒരുപാട് എല്ലാവരും, അൻസിബ ഒക്കെ നല്ല ഒറ്റപ്പെടൽ, അങ്ങനെ ഒരു ഇടയ്ക്കൊക്കെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇവള് മാത്രമല്ല, ഇത്രയും 16 പേരിൽ ഇവള് മാത്രമല്ല, ഇവള് പക്ഷെ പറയുന്നത് ഞാൻ മാത്രം ഒറ്റപ്പെട്ടു, ജാസ്മിൻ അവിടെ ആരാണ് ഒറ്റപ്പെടുത്തിയത്? അതൊക്കെ അവൾ വെറുതെ അവളുടെ ഒരു ഗെയിം പ്ലാനാണ് അവൾ അങ്ങനെ എടുത്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വാപ്പാനെയും ഉമ്മാനെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കുന്നത് ഞാനിവിടെ ഒറ്റപ്പെട്ടെന്ന്. പക്ഷെ അവളുടെ ഉമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ 24 മണിക്കൂർ കാണുന്നുണ്ട് മോളെ, ഞങ്ങൾ കാണുന്നുണ്ട്, നിൻ്റെ ഗെയിം കാണുന്നുണ്ട്, നീ കിടക്കുന്നത് കാണുന്നുണ്ട്, കരയുന്നത് കാണുന്നുണ്ട്, നിനക്ക് വല്ല വിഷമം വരുന്നുണ്ടെങ്കിൽ നീ ഞങ്ങളുടെ ഫോട്ടോ ദേ, ഉമ്മ, ഉപ്പ, അത്ത, ഉമ്മ, പൊന്നു, നീ എല്ലാം നോക്കുന്നില്ലേ, ഞങ്ങളെ നോക്കിയിട്ട് കരയുന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിനോട്. ഇതൊന്നും അവൾക്ക് കേൾക്കുന്നില്ല. അതേപോലെ നിങ്ങളെല്ലാവരും പുറത്തല്ലേ ഉമ്മ എന്ന് കേൾക്കുമ്പോൾ ഉമ്മ എടുത്ത വഴിക്ക് അറിയുന്നുണ്ട്, എല്ലാവരും പുറത്തല്ലേ മോളെ, എല്ലാവരും പുറത്തല്ലേ. ശരിയാണ്, ഈ ഗബ്രിയുടെ ഫോട്ടോ വെച്ചിട്ട്, പുറത്ത് പോയ ഗബ്രിയുടെ ഫോട്ടോ വെച്ചിട്ട് ശരിക്കും എനിക്ക് തോന്നുന്നു അവളുടെ ഒരു ഗെയിം പ്ലാൻ തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റോബിൻ പുറത്ത് പോയപ്പോൾ ദിൽഷ, പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയലായിട്ടുള്ളൊരു കാര്യങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട്. ദിൽഷ ഇതുപോലെയായിരുന്നു, റോബിൻ്റെ കപ്പ് ഫ്ലാസ്കൊക്കെ എടുത്ത് വെച്ചിട്ടിരുന്ന് കാണിച്ചോണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഓവർ ആക്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കാണിക്കുക. അപ്പോൾ അതേപോലെ തന്നെയാണെന്നാണ് ഗബ്രിയുടെ ഫാൻസിൻ്റെ വോട്ടുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് വെറും അവളുടെ ഗെയിം പ്ലാൻ ആയിരിക്കും. ചിലപ്പോൾ ഇവള് ആകെ മെൻ്റലി തകർക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കാം ഈ ജാസ്മിൻ കടന്നു പോകുന്നത്. നമുക്കിതൊന്നും പറയാൻ കഴിയില്ല. അപ്പം ഇപ്പം ഇങ്ങനെയാണ്. ഇപ്പം ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി നോക്കാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല വിഷമം വരും. ആ ഉപ്പയും ഉമ്മയും പുറത്തിറങ്ങിയിട്ട് എല്ലാവരെയും ചുറ്റപ്പെട്ടിട്ട് ഒരു നല്ലൊരു കാര്യം പോലും അവർക്ക് പറയാൻ കഴിയുന്നില്ല. അവർ തല താഴ്ത്തി പിടിച്ചിട്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു വിദൂരതയിലേക്ക് നടന്നു പോകുന്ന വാപ്പയും ഉമ്മയും, അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വിഷമം വരും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത്ര പോലും വിഷമവും അല്ലെങ്കിൽ ചിന്തയും ആ മകൾക്ക് ഇല്ലാതായിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും